എല്ലാവർക്കും പരിജ്ഞാന യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് കേട്ടോ സംസാരിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം, ഒരുപാട് സന്തോഷവും വിജയവും ഒക്കെ നേടാൻ നമ്മളെ സഹായിക്കുന്ന ചില നല്ല വഴികൾ, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് ഗായത്രി പരിവാർ സാഹിത്യത്തിൽ നിന്നാണ്. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അതിലുണ്ട്. അതെ, ശരിയാണ്. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരും കാണില്ല, അല്ലേ? പക്ഷേ വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം മതിയോ? കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. വിജയത്തിനു വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. അതുപോലെ തന്നെ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ കുറച്ചൊന്ന് ശ്രമിക്കുകയും വേണം. അതിന് നമ്മൾ കുറച്ച് പരിശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ശരിക്കും അതിന്റെ വില. വലിയ ആളുകളുണ്ട്, അവരൊക്കെ ചില നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും കൂടെ കൊണ്ട് നടന്നിട്ടുണ്ട്. അത്തരം ചില വിജയരഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു കഥയൊക്കെ കേൾക്കുന്ന പോലെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? തീർച്ചയായും. വിജയത്തിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ പടി അതെന്താണെന്നറിയാമോ? അത് ദൃഢമായ ഇച്ഛാശക്തിയാണ്. അതായത് നമ്മുടെ മനസ്സിലൊരു കാര്യത്തെക്കുറിച്ചുണ്ടാകുന്ന നല്ല ഉറച്ചൊരാഗ്രഹം. ഇപ്പോ ഒരു പുഴ ഒഴുകുന്നത് കണ്ടിട്ടില്ലേ? അതിന്റെ ലക്ഷ്യമെന്താ? കടലിൽ ചെന്ന് ചേരണം. വഴിയിൽ ചിലപ്പോൾ ഒരുപാട് പാറകളുണ്ടാവാം, കുന്നുകളുണ്ടാവാം, പല തടസ്സങ്ങൾ വന്നേക്കാം. പക്ഷെ പുഴ അതൊന്നും ഒരു കാര്യമാക്കില്ല. അത് അതിന്റെ വഴി കണ്ടെത്തി അവസാനം കടലിലെത്തും, ഉറപ്പാണ്. അതുപോലെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നേടണമെന്ന നല്ല ശക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ വിജയത്തിലേക്കുള്ള വഴി നമുക്ക് മുന്നിൽ താനേ തെളിഞ്ഞു വരും. ശരിയാണ്. അങ്ങനെ ഒരു ഉറച്ച ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയുള്ളൂ. ലോകത്ത് എന്ത് വലിയ വിജയം നോക്കിയാലും അതിൻ്റെയൊക്കെ തുടക്കം നോക്കിയാൽ അതിങ്ങനെയുള്ള ഒരു ഉറച്ച ആഗ്രഹത്തിൽ നിന്നായിരിക്കും, അല്ലേ? അതെ, തീർച്ചയായും. വളരെ സാധാരണ ചുറ്റുപാടിൽ ജനിച്ച ഒരാൾ പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വലിയ നിലയിലെത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ നോക്കൂ. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം എന്ന അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ ഒരു ഉറച്ച ആഗ്രഹം, അതാണ് പിന്നീട് വലിയൊരു സമരമായി മാറിയത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും അതുകൊണ്ടാണ്. നെപ്പോളിയൻ എന്ന വലിയ പോരാളി, അദ്ദേഹത്തിന് വെറും 18 വയസ്സുള്ളപ്പോഴാണ് ഇറ്റലി കീഴടക്കാൻ പറ്റിയത്. അതും അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ ഒരു തീവ്രമായ ആഗ്രഹം, ആ ഒരു ശക്തി കൊണ്ട് മാത്രമാണ്. അപ്പൊ മനസ്സിൽ എങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതിയോ, അതോ വേറെന്തെങ്കിലും കൂടി വേണോ? ആഗ്രഹം മാത്രം പോരല്ലോ. ആ ആഗ്രഹത്തെ നമ്മളൊരു ഉറച്ച തീരുമാനമാക്കി മാറ്റണം. സങ്കല്പം എന്നൊക്കെ പറയും. അതായത് ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം എന്താ പറയാ, വെള്ളത്തിലെ കുമിള പോലെ പെട്ടെന്ന് പൊട്ടിപ്പോകരുത്. പാറ പോലെ നല്ല ഉറച്ചതായിരിക്കണം. എന്തു വന്നാലും ആ തീരുമാനത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. ശരിയാണ്. അപ്പോൾ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മുടെ മനസ്സും ബുദ്ധിയും ശരീരവും ഒക്കെ ഉപയോഗിച്ച് കഷ്ടപ്പെടാനും തയ്യാറാകണം, അല്ലേ? അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട്, നമ്മൾ ചെയ്യുന്ന ജോലിയെ ഒരു ഭാരമായി കാണരുത്. ഒരു കളി പോലെ ഇഷ്ടപ്പെട്ട് ചെയ്യുക. അതിനായിട്ട് ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകണം. രണ്ടാമതായി, നല്ല ക്ഷമ വേണം. ലക്ഷ്യത്തിലെത്തുന്നതുവരെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ഇടയ്ക്ക് വെച്ചൊരു മടുപ്പ് തോന്നി നിർത്തിക്കളയരുത്. മൂന്നാമതായി, നമ്മുടെ വഴിയിൽ ചിലപ്പോൾ തടസ്സങ്ങൾ വരും. അത് കണ്ട് പേടിച്ച് പിന്നോട്ട് പോകരുത്. ആ തടസ്സങ്ങളൊക്കെ വിജയത്തിലേക്കുള്ള പടികളായിട്ട് കാണണം. ഓർക്കണം, ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നത്. പിന്നെ ഈ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ശക്തി കിട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ദിവസവും ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുക. എന്നിട്ട് അതെന്തു വന്നാലും ചെയ്യുക, പൂർത്തിയാക്കുക. ഉദാഹരണത്തിന്, ഞാനിന്ന് വൈകുന്നേരം TV കാണില്ല എന്ന് വെറുതെ ഒന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ ഞാനിന്ന് ആരോടും ദേഷ്യപ്പെടില്ല എന്ന് വിചാരിക്കുക. എന്നിട്ട് വൈകുന്നേരം വരെ അത് കൃത്യമായി പാലിക്കണം. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുമ്പോൾ വലിയ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ളൊരു ശക്തി നമുക്ക് തനിയെ കിട്ടും. ഇത് കൊള്ളാമല്ലോ. വളരെ സിമ്പിളായ ഒരു കാര്യമാണല്ലോ. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി, പിന്നെ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇവരൊക്കെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുത്തത് ഇതുപോലെയുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുത്തതുകൊണ്ടാണ്, അല്ലേ? അതെ. ഇനി അടുത്തതായിട്ട് വിജയത്തിനു വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കഠിനാധ്വാനവും പരിശ്രമവും. നമ്മളൊരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചാൽ മാത്രം പോരല്ലോ. അതിനുവേണ്ടി നമ്മുടെ ശരീരം കൊണ്ട് അധ്വാനിക്കാനും നമ്മൾ തയ്യാറാകണം. എപ്പോഴും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ജീവിതം.
വെറുതെ ഒന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കുന്നത് അത് മരണത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. അതെ, വെറുതെ മടിപിടിച്ചിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരു ഉഷാറില്ലല്ലോ. എന്നാൽ അധ്വാനിക്കുന്ന ഒരാൾക്ക് നല്ല ആരോഗ്യവും എപ്പോഴൊരു ഉന്മേഷവും ഉണ്ടാകും. ഈ ഉന്മേഷമാണ് നമ്മളെ വീണ്ടും വീണ്ടും മുന്നോട്ടു പോകാൻ സഹായിക്കുന്നത്. വെറുതെ ഇരുന്നതുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല എന്നത് വളരെ ശരിയാണ്. കഴിവുകളൊക്കെ ഒരുപക്ഷെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകും. പക്ഷെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് ആ കഴിവുകൾ പുറത്തേക്ക് വരുന്നത്, അതിനൊരു തിളക്കം കിട്ടുന്നത്. ഓർക്കണം, വിജയം എന്ന് പറയുന്നത് ആരും നമുക്ക് വെറുതെ കണ്ടുതരുന്ന ഒന്നല്ല. അത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിൻ്റെ, നമ്മുടെ വിയർപ്പിൻ്റെ വിലയാണ്. എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടുന്നുവോ അത്രയും മധുരമുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന വിജയം. മനസ്സിലായി. അപ്പോ ഉറച്ച ആഗ്രഹം വേണം, പിന്നെ തീരുമാനം വേണം, കഷ്ടപ്പെട്ട് പണിയെടുക്കാനും തയ്യാറാകണം. ഇത്രയും മതിയോ, അതോ ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ? തീർച്ചയായുമുണ്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസമില്ലെങ്കിൽ പിന്നൊരു കാര്യവുമില്ല. നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കാണരുത്. എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, എനിക്കൊന്നിനും കഴിവില്ല എന്നൊരു ചിന്തയുണ്ടല്ലോ, അത് മനസ്സിൽ നിന്ന് മുഴുവനായിട്ട് എടുത്തു കളയണം. അതെങ്ങനെയാണ് സാധിക്കുക? ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വിശ്വാസക്കുറവ് തോന്നാറില്ലേ? അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം: എൻ്റെ ഉള്ളിലും ഒരുപാട് കഴിവുകളുണ്ട്. മറ്റുള്ളവർക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ടെനിക്ക് കഴിയില്ല? ഞാനും ശ്രമിച്ചാൽ എനിക്കും വിജയിക്കാൻ പറ്റും. ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെന്ന്. ഓർക്കണം, ദൈവം എല്ലാവർക്കും ഒരേപോലെയുള്ള ശക്തിയാണ് തന്നിരിക്കുന്നത്. നമ്മളത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ശരിയാണ്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ മുന്നിൽ വരുന്ന ഏത് തടസ്സങ്ങളെയും പേടിയില്ലാതെ നേരിടാൻ പറ്റും. എന്നാൽ സ്വന്തമായൊരു ഉറപ്പില്ലാതെ എപ്പോഴും മറ്റുള്ളവരെന്തു പറയും എന്ന് നോക്കി അവരെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പോലും പേടിയായിരിക്കും. നമ്മൾ നല്ല ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നത് കണ്ടാൽ നമ്മളെ സഹായിക്കാൻ ആളുകൾ താനേ വരും. അതെ, മഹാത്മാഗാന്ധിജിയുടെ ജീവിതം തന്നെ എടുക്കാം. അദ്ദേഹത്തിന് സ്വന്തം കഴിവിലുള്ള ആ ഒരു ആത്മവിശ്വാസം, അതുകൊണ്ടാണ് ഒരു രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് പിന്നാലെ വന്നത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ ജീവിതത്തിൽ ഒരുപാട് തവണ തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സ്വന്തം കഴിവിലുള്ള വിശ്വാസം കൈവിട്ടില്ല. ഗായത്രി പരിവാറിന്റെ സ്ഥാപകനായ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ജീവിതം നോക്കൂ. സ്വന്തം ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നത്. സാധാരണക്കാരെ പോലും വലിയ നിലയിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മൾ ലക്ഷ്യത്തിൽ ഉറച്ചുനിന്ന് മുന്നോട്ടു പോകുമ്പോൾ വിജയം ഉറപ്പായും വരും. അങ്ങനെ ചെറിയ ചെറിയ വിജയങ്ങൾ നേടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം താനെ കൂടിക്കൂടി വരും. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പേടിക്കുന്നതിന് പകരം അതിനെ നേരിടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായി വർദ്ധിക്കുന്നത് കാണാം. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അടുത്ത പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായ പ്രയത്നമാണ്. നമ്മളൊരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ച് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതുവരെ നിർത്താതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ആമയുടെയും മുയലിൻ്റെയും കഥ നമുക്കെല്ലാവർക്കും അറിയാലോ. മുയലിന് നല്ല വേഗതയുണ്ടായിരുന്നു. പക്ഷേ അവൻ കുറച്ചു ദൂരം ഓടിയ ശേഷം വഴിയിൽ വിശ്രമിക്കാൻ കിടന്നുറങ്ങിപ്പോയി. എന്നാൽ ആമയോ വളരെ പതുക്കെയാണ് സഞ്ചരിച്ചത്. എന്നാലും ഒട്ടും നിർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവസാനം ആരാ ജയിച്ചത്? ആമയാണ്. അതുപോലെ നമ്മളൊരു പക്ഷേ പതുക്കെയായിരിക്കാം മുന്നോട്ടു പോകുന്നത്. പക്ഷേ സ്ഥിരമായി ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്നാൽ വിജയം നമ്മുടേത് തന്നെയായിരിക്കും. ലക്ഷ്യത്തോട് നമുക്കൊരു ഇഷ്ടവും വിശ്വാസവും ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ തുടർച്ചയായി പരിശ്രമിക്കാൻ തോന്നൂ, അല്ലേ? ഇടയ്ക്ക് വെച്ചൊരു മടി തോന്നിയാൽ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകും, പിന്നെ മുന്നോട്ടു പോകാൻ തോന്നില്ല. അതുകൊണ്ട് ഓർക്കണം, തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിജയത്തിന്റെ അടിസ്ഥാനം. വെറുതെ ഒരു ജോലിയും ചെയ്യാതെ കയ്യും കാലും അനക്കാതെ മടിപിടിച്ചിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വിജയിക്കാൻ കഴിയുക? ലക്ഷ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരാളുടെ രീതി എന്തായിരിക്കണം എന്നതിന് ഒരു സൂത്രവാക്യം പോലെയുണ്ട്. അതാണ് നോ വൊക്കേഷൻ, നോ എക്സ്പെക്ടേഷൻ, നോ ഡിസ്ക്രിമിനേഷൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്യം നേടുന്നതുവരെ വിശ്രമമില്ല. നോ വൊക്കേഷൻ, എന്റെ ലക്ഷ്യം നേടാൻ മറ്റുള്ളവർ സഹായിക്കുമെന്ന് അധികം പ്രതീക്ഷിക്കുന്നില്ല. നോ എക്സ്പെക്ടേഷൻ, ആരോടും പ്രത്യേകിച്ച് ഇഷ്ടക്കൂടുതലോ കുറവോ കാണിക്കുന്നില്ല. നോ ഡിസ്ക്രിമിനേഷൻ, എല്ലാവരെയും ഒരുപോലെ കാണുന്നു. പണ്ട് മഹാറാണ പ്രതാപ് എന്നൊരു ധീരനായ രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് കാട്ടിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു.
പുല്ലുകൊണ്ടുണ്ടാക്കിയ റൊട്ടി വരെ കഴിക്കേണ്ട അവസ്ഥ വന്നു. എന്നിട്ടും അദ്ദേഹം അവസാന നിമിഷം വരെ ശത്രുക്കളോട് പോരാടാനുള്ള ശ്രമം ഉപേക്ഷിച്ചില്ല. തുടർച്ചയായി അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതാണ് യഥാർത്ഥ പോരാളിയുടെ ലക്ഷണം. ശരിയാണ്. ഇനി നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക എന്നത്. എന്താണ് ഈ നെഗറ്റീവ് ചിന്തകൾ? നിരാശ, എന്തിനെങ്കിലും കുറിച്ചുള്ള പേടി, സംശയം, ടെൻഷൻ, ഒന്നിനും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ, എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന സ്വഭാവം, ഇങ്ങനെയുള്ള ചിന്തകളാണ് നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത്. ഈ ചിന്ത എന്ന് പറയുന്ന ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥ ചിത പോലെയാണെന്നാണ് പറയുന്നത്. ചിത മരിച്ചുപോയ ശരീരത്തെയാണ് കത്തിക്കുന്നത്. എന്നാൽ ഈ ചിന്തയാകുന്ന ചിതയോ അത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഊർജത്തെയും പ്രവർത്തിക്കാനുള്ള കഴിവിനെയും പതിയെ പതിയെ ഇല്ലാതാക്കും. അതുകൊണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് അയ്യോ അതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്നോർത്തും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതെന്താകുമോ എന്നോർത്തും ഒരുപാട് വിഷമിച്ച് സമയം കളയരുത്. പകരം എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കണം. അതിനെ സ്വസ്ഥചിന്തൻ എന്നാണ് പറയുക. കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെക്കുറിച്ച് ദുഃഖിച്ചിരുന്നാൽ പോയ സമയം തിരിച്ചു വരില്ലല്ലോ. ഈ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നല്ല മരുന്നുണ്ട്. അതാണ് എപ്പോഴും തിരക്കിലായിരിക്കുക, സന്തോഷമായിരിക്കുക. ഹിന്ദിയിൽ പറയും വ്യസ്തരഹേ മസ്ത് രഹേ. നമ്മൾ എപ്പോഴും എന്തെങ്കിലും നല്ല കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ സ്ഥാനമുണ്ടാകില്ല. എപ്പോഴും നല്ല ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ ഏതു വലിയ പ്രശ്നം വന്നാലും അതിനൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ തലച്ചോറിലെ ഊർജം മുഴുവൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ശരിയാണ്. വിജയം നേടണമെങ്കിൽ ഈ സന്തോഷം വളരെ അത്യാവശ്യമാണല്ലേ? മനസ്സിൽ സന്തോഷമില്ലാത്ത ഒരാൾക്ക് ഒരടി പോലും മുന്നോട്ടു പോകാൻ കഴിയില്ല. വിഷാദവും നിരാശയും അയാളെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി സൂക്ഷിക്കുക. നമ്മുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അതുപോലെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുക. നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മുഖം മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ആ അന്തരീക്ഷം പോലും സന്തോഷം നിറഞ്ഞതാകും. അത് നമുക്ക് പുതിയ പ്രതീക്ഷയും മുന്നോട്ടു പോകാനുള്ള ഊർജവും നൽകും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ജീവിതത്തിൽ വിജയിച്ച ആളുകളെ മാതൃകയാക്കുക എന്നതാണ്. പണ്ടുള്ള മഹാന്മാരായ ആളുകളുടെ ജീവിതം അത് നമുക്ക് വഴികാട്ടുന്ന വിളക്കുകൾ പോലെയാണ്. അവരുടെ ജീവിതകഥകൾ വായിക്കുമ്പോഴും അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും നമുക്കൊരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഒരു പ്രചോദനം കിട്ടും. എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ അവയെ പേടിയില്ലാതെ നേരിടാനുള്ളൊരു ധൈര്യം നമുക്ക് ലഭിക്കും. ശരിയാണ്. ലോകത്ത് ഒരുപാട് മഹാന്മാരുണ്ട്. അവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് വിജയം നേടിയവരാണ്. അവരെ നമ്മൾ മാതൃകയാക്കണം. ഉദാഹരണത്തിന് പണ്ട് മതപരമായ കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മാർട്ടിൻ ലൂത്തർ, ശാസ്ത്രലോകത്ത് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സർ ഐസക് ന്യൂട്ടൺ, ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി, നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് ലോകം മുഴുവൻ പറഞ്ഞുകൊടുത്ത സ്വാമി വിവേകാനന്ദൻ, പിന്നെ നമ്മുടെ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും നൽകിയ നൂറുകണക്കിന് സ്വാതന്ത്ര്യസമര സേനാനികൾ, ധീരവനിതകളായ സരോജിനി നായിഡു, ഝാൻസി റാണി ലക്ഷ്മിബായി, വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വലിയ സ്ഥാനത്തെത്തിയ എബ്രഹാം ലിങ്കൺ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇവരുടെയൊക്കെ ജീവിതം നമുക്ക് ശരിക്കും വലിയ പ്രചോദനമാണ് നൽകുന്നത്. വിജയത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. നമ്മൾ ആരുടെ കൂടെയാണോ എപ്പോഴും നടക്കുന്നത്, സംസാരിക്കുന്നത്, അവരുടെ സ്വഭാവം പതിയെ നമ്മളെയും സ്വാധീനിക്കും. ഇപ്പോൾ നല്ല ശുദ്ധമായ വെള്ളം അതൊരു അഴുക്ക് പിടിച്ച പാത്രത്തിൽ ഒഴിച്ചുവെച്ചാൽ ആ വെള്ളവും അഴുക്കാകില്ലേ? അതുപോലെ ചീത്ത സ്വഭാവങ്ങളുള്ള കൂട്ടുകാരുടെ കൂടെ നമ്മൾ നടന്നാൽ നമ്മുടെ എത്ര നല്ല ആളാണെങ്കിലും പതിയെ പതിയെ ആ ചീത്ത സ്വഭാവങ്ങൾ നമ്മളിലേക്കും വരും. എന്നാൽ നല്ല കൂട്ടുകാരുടെ കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിലോ, നമ്മളൊരു സാധാരണക്കാരനാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും. ഓ, അപ്പോ ഏത് തരം കൂട്ടുകാരെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? ദുശ്ശീലങ്ങളുള്ളവർ, അതായത് കള്ളു കുടിക്കുക, സിഗരറ്റ് വലിക്കുക, അങ്ങനെയുള്ള ശീലങ്ങളുള്ളവർ, മറ്റുള്ളവരെ എപ്പോഴും ഉപദ്രവിക്കുന്നവർ, എപ്പോഴും കള്ളം മാത്രം പറയുന്നവർ, ഒരു ജോലിയും ചെയ്യാതെ മടിപിടിച്ചു നടക്കുന്നവർ, സമയം വെറുതെ കളയുന്നവർ, ഇങ്ങനെയുള്ളവരുടെ കൂടെയുള്ള കൂട്ടുകെട്ട് നമ്മൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം.
നല്ല കൂട്ടുകെട്ട് കൊണ്ടുള്ള ഗുണത്തിനും ചീത്ത കൂട്ടുകെട്ട് കൊണ്ടുള്ള ദോഷത്തിനും ഉദാഹരണങ്ങൾ നമ്മുടെ പഴയ കഥകളിൽ തന്നെയുണ്ട്. കൃഷ്ണനുമായി കൂട്ടുകൂടിയതുകൊണ്ടാണ് പാവപ്പെട്ട സുദാമാവിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിലുണ്ടായത്. എന്നാൽ ശകുനി എന്ന ചതിയനുമായി കൂട്ടുകൂടിയതുകൊണ്ട് ദുര്യോധനനും കൂട്ടർക്കും അവസാനം നാശമാണ് സംഭവിച്ചത്. അപ്പോൾ ഏറ്റവും നല്ല കൂട്ടുകെട്ട് ആരുമായിട്ടാണ്? മഹാന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഏറ്റവും നല്ലത്. അതിനൊരു എളുപ്പ വഴിയുണ്ട്. അതാണ് സ്വാധ്യായം. അതായത് നമ്മൾ സ്വയം നല്ല കാര്യങ്ങൾ പഠിക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക. നല്ല പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരാണ്. അവ നമുക്ക് നല്ല അറിവും സന്തോഷവും തരും. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ നിറയ്ക്കും. ഇനി നമ്മുടെ വിജയത്തിന് തടസ്സമാകുന്ന മറ്റ് 2 ശത്രുക്കളുണ്ട്. അവരെയും നമ്മൾ ഒഴിവാക്കണം. അതാണ് ദേഷ്യവും അഹങ്കാരവും. ഈ 2 സ്വഭാവങ്ങളും നമുക്കൊട്ടും നല്ലതല്ല. എപ്പോഴും ദേഷ്യപ്പെടുന്നവരെയും ഞാനാണ് വലിയവൻ എന്ന് അഹങ്കരിച്ച് നടക്കുന്നവരെയും ആർക്കും ഇഷ്ടമാകില്ല. അവർക്കൊരുപാട് ശത്രുക്കളുണ്ടാകും. ദേഷ്യം വരുമ്പോൾ നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടും. നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും. അത് അവസാനം വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. പിന്നെ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ഊർജം വെറുതെ നഷ്ടപ്പെടും. ഒരു നേരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ഊർജവും ഒറ്റത്തവണ ദേഷ്യപ്പെടുമ്പോൾ നഷ്ടമാകുമെന്നാണ് പറയുന്നത്. അതുപോലെ അഹങ്കാരമുള്ള അയാൾ എപ്പോഴും എനിക്കെല്ലാം അറിയാം, ഞാനാണ് മിടുക്കൻ എന്ന് ചിന്തിച്ച് നടക്കും. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങൾ കേൾക്കാനോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അയാൾക്ക് കഴിയില്ല. പഠിക്കാനുള്ള വാതിലുകൾ അയാൾ സ്വയം അടച്ചു കളയും. അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എല്ലാവരോടും സൗമ്യമായി, സ്നേഹത്തോടെ, വിനയത്തോടെ പെരുമാറാൻ ശ്രമിക്കണം. വിനയമുള്ളവരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ മറ്റുള്ളവർക്ക് തോന്നും. നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകാർ, ടീച്ചർമാർ എല്ലാവരും വിനയമുള്ള കുട്ടികളെ സഹായിക്കാൻ മുന്നോട്ട് വരും. ഇത് നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി കൂടുതൽ എളുപ്പമാക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവസാനത്തെ കാര്യമാണ്. പക്ഷേ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് സമയം ശരിയായി ക്രമീകരിക്കുക എന്നത്. ടൈം മാനേജ്മെന്റ് എന്ന് പറയും. ഒരു വലിയ മഹാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തെ സ്നേഹമുണ്ടെങ്കിൽ സമയം വെറുതെ പാഴാക്കരുതെന്ന്. കാരണം സമയമെന്നത് തന്നെയാണ് ജീവിതം. ലോകത്തിൽ വിജയിച്ച എല്ലാ ആളുകളും അവരുടെ സമയം ഒട്ടും പാഴാക്കാതെ വളരെ നന്നായി ഉപയോഗിച്ചവരാണ്. സമയം വെറുതെ തമാശ പറഞ്ഞും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തും കളയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ അവന്റെ ജീവിതം തന്നെയാണ് കളയുന്നത്. കാരണം നഷ്ടപ്പെട്ടു പോയ സമയം പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. ഒരു പ്രത്യേക സമയത്ത് നമുക്ക് കിട്ടുമായിരുന്ന നല്ല അവസരങ്ങളും ആ സമയം പോകുന്നതോടൊപ്പം നഷ്ടപ്പെടും. അതുകൊണ്ട് സമയനഷ്ടമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ സമയം നന്നായി ഉപയോഗിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനും ചില വഴികളുണ്ട്. ഒന്നാമതായി, ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് തലേ ദിവസമോ അല്ലെങ്കിൽ രാവിലെയോ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഒരു പ്ലാൻ തയ്യാറാക്കുക. ഇന്നത്തെ ജോലി നാളേക്ക് മാറ്റിവെക്കരുത്. രണ്ടാമതായി, ചെയ്യേണ്ട ജോലികളെ അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് ക്രമീകരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആദ്യം ചെയ്യുക. എല്ലാ ജോലികളും കൃത്യസമയത്ത് തന്നെ തീർക്കാൻ ശ്രമിക്കുക. മൂന്നാമതായി, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അന്നത്തെ ദിവസം നമ്മൾ സമയം എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് ഒന്നോർത്തു നോക്കുക. എവിടെയെങ്കിലും സമയം വെറുതെ കളഞ്ഞു എന്ന് പരിശോധിക്കുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, ജീവിതത്തിൽ വിജയം നേടുക എന്നത് ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു അവകാശമാണ്, ഒരു ജന്മാവകാശമാണ്. എന്നാൽ പലരും ഈ വലിയ അവകാശത്തെ തിരിച്ചറിയാതെ അതിനെ വില കുറച്ചു കണ്ട് ജീവിതം എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു തീർത്താൽ മതിയെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടിയ ഈ വലിയ അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത്. ഈ മനുഷ്യജന്മം വളരെ വിലപ്പെട്ടതാണ്. അത് വെറുതെ പാഴാക്കാനുള്ളതല്ല. അതുകൊണ്ട് ഉണരൂ, മടി പിടിച്ചിരിക്കാതെ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ തന്നെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ വലിയ വിജയം നേടാൻ വേണ്ടി പരിശ്രമം തുടങ്ങുക. നിങ്ങൾ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വഴിയിലുള്ള തടസ്സങ്ങളെല്ലാം ഒരു കാറ്റ് വന്ന് പറത്തിക്കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വലിയ മലകൾ പോലും നിങ്ങൾക്ക് വേണ്ടി വഴിമാറിത്തരും. മുന്നിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ വഴിമുടക്കാനാണ് വരുന്നതെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങൾ സ്വയം ഒരു ചെറിയ ദീപം പോലെ ജ്വലിക്കാൻ തുടങ്ങിയാൽ മതി. നിങ്ങളുടെ ആ പ്രകാശം കണ്ടാൽ
ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ചുദിച്ചുയരുന്നതുപോലെ അത് ഈ ലോകം മുഴുവൻ പ്രകാശം പരത്തും. ഈ പരിജ്ഞാന യാത്രയിൽ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത തവണ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.